ഓൾ, എല്ലാവർക്കും റേഡിയോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഞാനും സാൻവിയും കൂടെ എൻ്റെ വീട്ടിൽ പോവാണ്. ഓൾമോസ്റ്റ് ഒരു 8 മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പം എനിക്ക് ഒരുപാട് നാളിന് ശേഷം എൻ്റെ നാടും വീടും ഒക്കെ കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം കൂടെ ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹായ് ഓള് പറയാനല്ലേ? സാൻവി എവിടെ പോവാ? അമ്മയുടെ വീട്ടിൽ പോവാണോ? അവിടെ ആരൊക്കെയുണ്ട്? പിന്നെ ആരാ ഉള്ളേ? അപ്പൂപ്പനും അമ്മയുണ്ടോ? വല്യമ്മയുണ്ടോ? അപ്പൊ എല്ലാവരെയും കാണാമല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വീടെല്ലാവരെയും കാണിച്ചു കൊടുക്കും അല്ലേ? ഞങ്ങളിവിടെ വൈറ്റില ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കയറുന്നത്. ബസ് വേഗം തന്നെ വന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സാൻവി ഉറങ്ങാനും തുടങ്ങി. ഞാൻ എല്ലാ വഴിയൊന്നും കാണിക്കുന്നില്ല. ഇത് തോട്ടപ്പള്ളിയാണ്. തോട്ടപ്പള്ളിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് സാൻവി എണ്ണീറ്റ് പതുക്കെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ അച്ഛനവിടെ ഹരിപ്പാട്ട് വന്ന് നിൽക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വേഗം തന്നെ വീട്ടിലെത്താം. അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് കുറച്ച് സമയമെടുക്കും. ഇതാണ് എൻ്റെ നാട്ടിലോട്ടുള്ള വഴി. ഇത് വല്യോളങ്ങര അമ്പലം, വളരെ പ്രശസ്തമായ അമ്പലമാണ്. ഇവിടെ അശ്വതി ഉത്സവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ വീട്ടിലോട്ടുള്ളൂ, ഒരു 5 മിനിറ്റ്. ആ സൈഡിലത്തെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ അതിലും വേഗം എത്താം. പിന്നെ ഇപ്പം അച്ഛൻ വന്നുകൊണ്ട് ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെയാണ് പോകുന്നത്. എൻ്റെ വീടെത്തി. ഞാൻ 8 മാസത്തിന് ശേഷമാണ് എൻ്റെ വീട് കാണുന്നത്. അവിടെ വീടിൻ്റെ അവിടെ വാതിൽക്കൽ തന്നെ അമ്മമ്മ ഇരിപ്പുണ്ട്. വീടിന് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഇവിടെ നിറച്ച് പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് ആ ചെമ്പരത്തിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കണിക്കൊന്നയൊക്കെ പൂത്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇവിടെ ഒരു ഗാർഡനുണ്ട്. ഗാർഡൻ ഇച്ചിരി കാട് പിടിച്ചു, പക്ഷേ എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ട് അവിടെ. അമ്മ പണ്ട് തൊട്ടേ വളർത്തുന്ന ഗാർഡനായത്. പിന്നെ ദേ ഈ കുളത്തിൽ നേരത്തെ ആമ്പലുണ്ടായിരുന്നു. ഇപ്പോൾ ആമ്പലൊന്നും കാണുന്നില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല. അതാ ഈ ചെമ്പരത്തിയൊക്കെ ഇപ്പം പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ചാന്ന് തോന്നുന്നു. പിന്നെ കണിക്കൊന്ന കണ്ടോ? കണിക്കൊന്നയിൽ ഫുൾ പൂക്കളുണ്ട്. ഇവിടെ ഒരു 3 കണിക്കൊന്നയുണ്ട്. വീട്ടിലോട്ട് കയറി വരുമ്പോൾ വാതിക്കലൊരു കണിക്കൊന്നയുണ്ട്. പിന്നെ കാവിൻ്റെ അടുത്തൊരു കണിക്കൊന്നയുണ്ട്. അങ്ങനെ മൊത്തം 3 കണിക്കൊന്നയുണ്ട്. ഇതൊക്കെ പുതുതായിട്ട് വെച്ച ചെമ്പരത്തിയാണ്. സാനി വന്നപ്പോൾ തന്നെ ഉടുപ്പൊക്കെ ഊരി കളിക്കാനൊക്കെ തുടങ്ങി. എൻ്റെ റൂം കാണിച്ചു തരാം ആദ്യം. ഇതാണ് എൻ്റെ റൂം. ഈ കളിപ്പാട്ടമൊക്കെ എൻ്റെയാണ്, സാൻവിയുടെ ഒന്നുമല്ല. സാൻവിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു 1-2 എണ്ണമൊക്കെ ഉള്ളൂ. സാൻവി അധികം ടോയ്സ് വെച്ചൊന്നും കളിക്കാറൊന്നുമില്ല. പിന്നെ ഇത് ഞങ്ങളുടെ കുറേ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട്. കബോർഡിൻ്റെ അകത്ത് കുറേ അലുക്കുലുക്ക് സാധനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂം നേരത്തെ ഇതല്ലായിരുന്നു. പണ്ട് അച്ഛൻ്റെ അമ്മയുടെ റൂമിൻ്റെ അടുത്തായിട്ടൊരു കൊച്ചു റൂമുണ്ടായിരുന്നു, അതായിരുന്നു ഇത്. പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ പുറത്തിറങ്ങി. ഇതാണ് സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് വശം. നമ്മൾ വരുന്ന ബാക്കിലാണ്. പക്ഷേ ഫ്രണ്ടിലോട്ട് വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കിൽ കൂടാണ് കയറുന്നത്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ഈ കുളത്തിൽ നേരത്തെ മീൻ വളർത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത്ര മീനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഓർക്കിഡുണ്ട്. നല്ല ഭംഗിയായിട്ട് എപ്പോഴും പോയിട്ട് നിൽക്കുന്നതാണ് ഓർക്കിഡ്. ഇതാണ് കുളം. അത്ര വെള്ളമൊന്നും ഇപ്പോൾ ഇതിലില്ല. സാധാരണ നല്ല വെള്ളമാണ്. ഇത് എഴുത്തിലാണ്. എഴുത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അറിയുമോ എന്നറിയത്തില്ല, പശുവിനെ കെട്ടുന്ന സ്ഥലമാണ്. പണ്ട് ഇവിടെ പശു ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിലും പശു ഉണ്ടായിരുന്നു. ഒരു 3-4 പശുവോളം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൂപ്പനും അമ്മയ്ക്കും വയ്യാതൊക്കെ ആയപ്പോഴത്തേക്കും പശുവിനെല്ലാം കൊടുത്തു. ഇവിടുന്ന് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതൊരു മാവ്. നല്ല സുഖമാണ് ഈ മാവിൻ്റെ തണലത്തിരിക്കാൻ. ഉച്ച സമയത്തുമൊക്കെ നല്ല കാറ്റാണ് ഇവിടെ. ഞാൻ ഇതിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ തന്നെ ഇത് കാറ്റടിക്കാൻ തുടങ്ങി. യക്ഷിയൊക്കെ വരുമ്പോൾ കാറ്റടിക്കുന്നു എന്നുള്ള ഡയലോഗൊന്നും വേണ്ട. എന്തോ മാവിന് ഞാൻ വന്നത് അറിഞ്ഞെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും കാറ്റ് വീശിയത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഉച്ചയ്ക്ക് ഇതിൻ്റെ താഴെയൊക്കെ വന്നിരുന്ന് വായിക്കുമായിരുന്നു. വായിക്കുന്നേരമൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര കൊതുവാണ്. ഇവിടെ അമ്മമ്മ എന്തൊക്കെയോ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട്. മഞ്ഞളാന്ന് തോന്നുന്നു. നേരത്തെ അമ്മമ്മയ്ക്ക് ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മാവിൻ്റെ സൈഡിൽ കൂടെ അകത്ത് പോകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫേവററ്റ് മരമുണ്ട്, മാംഗോസ്റ്റീൻ. ഞാൻ സ്ഥിരമായിട്ട് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറുമായിരുന്നു. പക്ഷേ ഇപ്പം മരത്തിൻ്റെ ഇതൊക്കെ
ശിഖരമൊക്കെ അമ്മ കോതി വൃത്തിയാക്കിയെന്ന് തോന്നുന്നു. ഈ മരം ഒരുമാതിരി ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കും, തട്ടായിട്ടിരിക്കും, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കാ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ കഴിഞ്ഞ വട്ടം കാ കുറേ ചീഞ്ഞു പോയി, അപ്പോൾ അതുകൊണ്ടാണ് ശിഖരമൊക്കെ കോതിയത്. ഇവിടെ കുടുംബശ്രീക്കാരുടെയൊക്കെ കൃഷിയുണ്ട്. കുടുംബശ്രീ ആണോ അതോ തൊഴിലുറപ്പിൻ്റെ ആണോ എനിക്കറിയത്തില്ല. എന്തായാലും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അമ്മമ്മ ഇതിൽ കൂടുതൽ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മമ്മയ്ക്ക് നല്ല കർഷകയ്ക്കുള്ള കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മമ്മ അത്ര കൃഷിയൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു മുളകൊക്കെ പിടിച്ച് ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മുളകൊക്കെ ഉണ്ട്. ഇതാണ് വീടിൻ്റെ ഒരു സൈഡ്. പിന്നെ ഞാൻ ഈ മരത്തിൻ്റെ തണലിൽ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ അടിക്കാൻ തുടങ്ങി. പിന്നെ ഇവിടുന്ന് കുറച്ച് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ കാവിലോട്ടുള്ള വഴിയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങിയത്. പിന്നെ വന്ന ഡ്രസ്സൊക്കെ മാറി വൃത്തിയായിട്ടൊക്കെയാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങി. നല്ല സുഖമാട്ടോ. നട്ടുച്ച സമയത്താണ് നിൽക്കുന്നത് ഇവിടെ. നല്ല സുഖം. ഇതാണ് നമ്മുടെ കാവിൻ്റെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. കാരണം അച്ഛൻ പറഞ്ഞ് കാവിൻ്റെ സൈഡിലൊക്കെ പട്ടിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ കാവ് മഴക്കാലത്ത് കാണാൻ നല്ല ഭംഗിയാണ്. കാവിൻ്റെ മുളയുടെ അങ്ങോട്ട് കാറ്റൊക്കെ അങ്ങോട്ട് വീശി അടിച്ചിട്ട് നല്ല രസമാണ്. ഈ മുളയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ ഭയങ്കര നൊസ്റ്റാൾജി അടിക്കും നമുക്ക്. ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീടാണ്. ഈ വീട്ടിലിപ്പോൾ ആരുമില്ല. ഈ വീട് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രാധാന്യമുള്ള, ഞാൻ കൊച്ചുനാളിൽ കളിച്ചു വളർന്ന ഈ വീട്ടിലാണ്. പിന്നെ സൈഡിലുള്ളൊരു ഗ്യാസ് ഗോഡൗണാണ്. ഇത് നമ്മുടെ റിലേറ്റീവിൻ്റെ ഗ്യാസ് ഗോഡൗണാണ്. ഈ കാവിൻ്റെ പുറകുവശവും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത് നമ്മുടെ ടെറസിലോട്ടുള്ള വഴി. ടെറസിൻ്റെ താഴെ കാണുന്നത് നമ്മുടെ പൂജാമുറിയാണേ. പിന്നെ ഇവിടെയൊക്കെ അമ്മമ്മ പണ്ട് എള്ള് കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എള്ള് കൃഷി ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. ഇത് കാവിൻ്റെ ഏരിയൽ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇത് കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാവിൻ്റെ പുറകുവശത്ത് പോയിട്ടിരിക്കാൻ. ഭയങ്കര രസമാണ് കാവിൻ്റെ പുറകുവശം കാണാൻ. അടുത്ത് മുളക് വീടിന് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം മുളകൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തുമ്പിയൊക്കെ പറക്കുന്നുണ്ട്. വീട്ടിലേക്ക് മുളകൊന്നും വേറെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തൊടിയിലോട്ട് ഇറങ്ങിയാൽ തന്നെ മുളകും കാര്യങ്ങളും എല്ലാം കിട്ടും. ഇവിടെ നേരത്തെ കുറേ കൂടെ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആർക്കും ചെയ്യാനൊന്നും വയ്യാത്തതുകൊണ്ട് കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ പണ്ട് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല വെള്ളമായിരുന്നു, ഭയങ്കര വൃത്തിയുള്ള വെള്ളമായിരുന്നത്. ഇപ്പോൾ പക്ഷേ വേനലായതുകൊണ്ട് വെള്ളമൊന്നും അത്രയൊന്നുമില്ല. വെള്ളമെല്ലാം കുറഞ്ഞു പോയി. എന്നാൽ പണ്ട് ഇതിൻ്റെ അകത്ത് വേനലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നടന്ന് അരയറ്റം വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് മൊത്തം പറമ്പ്. അങ്ങനെ പറമ്പ് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. വലിയ സംഭവമൊന്നും അല്ല കേട്ടോ വീടിൻ്റെ അകവശം. പഴയ വീടാണ്. അത് പലതായിട്ട് എക്സ്റ്റെൻഡൊക്കെ ചെയ്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ വീടിൻ്റെ അകവശം കാണിച്ചു തരാം. ഇത് നമ്മുടെ ഹോളാണ്. നമ്മുടെ മുൻവശം തുറന്നിട്ട് കയറുമ്പോഴത്തേക്കും കാണുന്ന ആദ്യം ഹോളാണ്. പക്ഷേ ഈ വഴി കൂടെ അല്ല നമ്മൾ കയറുന്നത്. നമ്മൾ കാറ് വന്ന് നിർത്തിയ വഴിയുണ്ട്, അവിടെയാണ് സിറ്റ് ഔട്ട്. അതുവഴിയാണ് നമ്മൾ കയറുന്നത്. ഈ ഹോളിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് നമ്മുടെ ഡൈനിങ് റൂമാണ്. സാനു ഇവിടെ നിന്ന് വല്ലതും കഴിക്കുന്നുണ്ട്. അമ്മ വാരി കൊടുക്കുന്നുണ്ട്. അച്ഛനും അടുത്തിരിപ്പുണ്ട്. സാനു വന്നപ്പോൾ തന്നെ കഴിക്കാനൊക്കെ തുടങ്ങി. ചോറ് കഴിക്കുന്നുണ്ട് സാനു. വാരിക്കൊടുത്ത് കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാനും കഥയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അമ്മ ടീച്ചറായതുകൊണ്ട് അമ്മ കുറച്ചും കൂടെ രസകരമായിട്ടൊക്കെ കഥ പറഞ്ഞു കൊടുക്കും. എനിക്ക് അത്ര സ്കില്ലൊന്നുമില്ല, എന്നാലും ഞാൻ നല്ലോണം കഥ പറഞ്ഞു കൊടുക്കും. ഇതാണ് നമ്മുടെ അടുക്കളയും പലവട്ടമായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്തത്. ഈ തട്ടൊക്കെ പണ്ടത്തെ തട്ടൊക്കെയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂം ഇതേ പഴക്കൊലയൊക്കെ കിടപ്പുണ്ട്. അമ്മൂമ്മ ഇവിടെ നിൽപ്പുണ്ട്. അമ്മൂമ്മ എന്താണ്ടോ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു ഭരണിയൊക്കെ ഉണ്ട്. പണ്ട് അമ്മൂമ്മ അതിൻ്റെ തടമാങ്ങയൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇടത്തൊന്നുമില്ല. പിന്നെ എൻ്റെ റൂമാണ് ഇത് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ഇതൊരു ചെറിയൊരു വരാന്തയാണ്. ഈ വരാന്തയിൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഇരിക്കാം. പിന്നെ ഇതൊരു വർക്ക് ഏരിയ. ഇവിടെ പണ്ടിങ്ങനെ കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ തുടങ്ങിയത്. ഈ അടുത്തിടയ്ക്കാണ് ഗ്രില്ലൊക്കെ വെച്ചത്. അവിടെ നേരത്തെ ഓപ്പൺ ഏരിയ ആയിരുന്നു. ഓപ്പൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഓപ്പൺ ഏരിയ. അത് നേരത്തെ തുറന്നിട്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഡ്രോയിങ് റൂം. ഇതിൽ കുറേ ഈ ഷെൽഫിലെല്ലാം അമ്മയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ. അമ്മ അത്യാവശ്യം കഥയൊക്കെ എഴുതും, കഥയും കവിതയൊക്കെ എഴുതും. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ആ ഫോട്ടോ എൻ്റെ അപ്പൂപ്പനും അമ്മയാണ്. അച്ഛനും അമ്മയുടെയും ഫോട്ടോയാണ് അതൊക്കെ. ഇതൊക്കെ കുറേ കൊത്തുപണിയൊക്കെ. പിന്നെ ഇത് നമ്മുടെ തട്ടിൻപുറം.
തട്ടിൻപുറത്തിൻ്റെ മുകൾ വശം കാണിച്ചു തരാം. ഇതാ ഇവിടെ പണ്ട് കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറേ മരപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വൃത്തിയാക്കി. ഇതാണ് നമ്മുടെ സിറ്റൗട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാറ് വന്ന് നിർത്തിയ സ്ഥലത്തോട്ട് പോകാം. സിറ്റൗട്ടിൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഇവിടെ നല്ല സുഖമായിട്ടിരിക്കാം. നല്ല തണുപ്പാണ് ഇവിടെ. വീട്ടിലങ്ങനെ അവിടുത്തെ പോലത്തെ ചൂടൊന്നുമില്ല. ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ റൂം. ഇത് എൻ്റെ റൂമാണ്. പണ്ട് ഞാൻ ഈ റൂമിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. കൊച്ചുമുറി എന്നാണ് ഇതിന് പറയുന്നത്. ഇത് അപ്പൂപ്പൻ്റെ അമ്മയുടെ റൂമൊന്നും വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശാലമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇത് പണ്ടത്തെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെയാണ്. പിന്നെ ഇത് അപ്പൂപ്പൻ്റെ ഒരു അലമാരയാണ്, തടി വെച്ചുള്ള അലമാര. അപ്പൂപ്പൻ എൻ്റെ കല്യാണത്തിന് ഒരു വർഷം മുമ്പാണ് അപ്പൂപ്പൻ മരിച്ചത്. 2017 2017 അപ്പൂപ്പൻ മരിച്ചത്. പിന്നെ ഇത് നമ്മുടെ കണിക്കൊന്ന ഫുൾ പൂത്തേപ്പുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ പേരറിയാത്ത ചെടികളൊക്കെ ഉണ്ട്. അമ്മ പറയുന്ന കേട്ടു ഇവിടെ കരിങ്കൂവളം പിടിച്ചിട്ടുണ്ടെന്ന്. കുറേ കിളികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം കിളികൾ ഏതാണ്ടോ കൊണ്ടുവന്നിട്ടാണ് അത് തന്നെത്താനെ പിടിച്ചാണ് കരിങ്കൂവളം. അത്യാവശ്യം നല്ലപോലെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എന്നെ അറിയിക്കണം. ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നതിന് വരെ ബൈ ബൈ.